വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും കണ്ണിലൂടെ. ഹായ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്. എന്താണ് മൈൻഡ്ഫുൾനെസ്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ടേം മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടാവാം, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ കുറവായിരിക്കും. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണുള്ളത്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ദ സിറ്റുവേഷൻ വി ആർ ഗോയിങ് ത്രൂ, ഇതിനെക്കുറിച്ചെല്ലാം അവെയർ ആവുന്ന, അറ്റൻറ്റീവ് ആവുന്ന സംഭവമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്? ഇവിടെ ചെറിയ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്മൈൽ, റിലാക്സ്, ബ്രീത്ത്, പോസിറ്റീവ് തിങ്കിങ്, exercise, planning, chat with friends, cooking, take a bath, take the dog for a walk, open mind, spending time with nature, forgive. These activities. ഈ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ പറ്റും. ഒന്ന് ചിരിക്കുന്നതിലൂടെ നമ്മുടെ ഇമോഷൻ കൺവേ ആവുന്നുണ്ട്, നമ്മുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് സ്മൈലിലൂടെ. അപ്പം നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ പറ്റും. എന്നാ നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമുക്ക് അതിനെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് മൈൻഡ്ഫുൾനെസ്. സോ ത്രൂ ദീസ് ആക്ടിവിറ്റീസ് വി ക്യാൻ ബി മൈൻഡ്ഫുൾ. എന്താണ് മൈൻഡ്ഫുൾനെസ്? It suggests that the mind is fully attending to what's happening, to what you are doing, to the space you are moving through. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ അവെയർ ആവുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കലില്ല. നമ്മളിപ്പം വെറുതെ ഒന്ന് ഇരിക്കുമ്പോൾ പോലും നമ്മൾ ഫുൾ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും. പാസ്റ്റിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കും, ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കും. സോ വി ആർ ഓൾവേസ് preoccupied with so many tensions, so many worrying thoughts. So we have to be mindful in these times. ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്താ മൈൻഡ്ഫുൾ ആവുക. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുക, നമ്മളിലേക്കൊന്ന് നോക്കുക. മൈൻഡ്ഫുൾനെസ് ഈസ് ദ ബേസിക് ഹ്യൂമൻ എബിലിറ്റി ടു ബി ഫുള്ളി പ്രസന്റ്, aware of where we are and what we are doing, and not overly reactive or overwhelmed by what's going on around us. സോ നമുക്ക് തന്നെ ഉള്ളൊരു ബേസിക് എബിലിറ്റിയാണ് മൈൻഡ്ഫുൾനെസ് പറയുന്നത്. നമ്മൾ എവിടെയാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്. I already said that. And it is not about overly reactive or overwhelmed by what's going on around us. നമ്മൾ ഒന്ന് അവെയർ ആവുക എന്ന് പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ് പറയുന്നത്. നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലേക്ക് നമ്മൾ അവെയർ ആവുക എന്ന് പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ്. അത് ഓവർലി റിയാക്റ്റീവ് ആവുന്നതോ അല്ലെങ്കിൽ ഓവർവെൽംഡ് ആവുന്നതോ അല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷത്തിലും നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത് ഒക്കെ എന്താ പറയുക, ശ്രദ്ധിക്കുക, നമ്മളിലേക്കൊന്ന് നോക്കുക. അതാണ് മൈൻഡ്ഫുൾനെസ് പറയുന്നത്. ലുക്ക് ഇൻ ടു യുവർ സെൽഫ്, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വിൽ ചെറിഷ്. സോ നമുക്ക് ഒരു ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ മൈൻഡ്ഫുൾ ആവുമ്പം ഇറ്റ് വിൽ ഗീവ് എ സോർട്ട് ഓഫ് ബ്ലിസ്. സോ
So be mindful. Mindfulness is a quality that every human being already possesses. It's not something you have to conjure up. You just have to learn how to access it. അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക വലിയ കാര്യമാണ്. പക്ഷെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സംഭവമൊന്നും അല്ല മൈൻഡ്ഫുൾനെസ്. നമുക്ക് തന്നെ ഉള്ള ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. വി ഹാവ് ദാറ്റ് ക്വാളിറ്റി. ഇറ്റ്സ് എ ബേസിക് ക്വാളിറ്റി ഓഫ് us. സോ നമ്മളത് കോൺഷ്യർ ചെയ്യേണ്ട ഒരു സംഭവം എന്നല്ല, നമുക്കുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് ഇംപ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് ലേൺ ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ ഡെയിലി ലൈഫിൽ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. അതിന് ഓരോരോ ടെക്നിക്സ് ഉണ്ട്. അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ലൈഫിൽ. ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ടേക്കിംഗ് എ ഡീപ് ബ്രെത്ത്, ദാറ്റ് ടൈം നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ പറ്റും. കണ്ണടച്ച് 2 മിനിറ്റ് ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ ചുറ്റുമുള്ള ശബ്ദങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആ ഡീപ് ബ്രെത്തിൽ തന്നെ നമ്മളൊന്ന് അവെയർ ആവുക. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഫീലിങ്സ്, എന്തൊക്കെയാണ് സെൻസേഷൻസ്, നമ്മൾ എന്തൊക്കെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഇറിറ്റേഷൻസ്, നമ്മുടെ ബോഡിയുടെ ഓരോരോ പാർട്സിലും നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക, അവെയർ ആവുക. അപ്പം നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ മേക്ക് ദ ഡിഫറൻസ്. യു കുഡ് ഫീൽ ബെറ്റർ. സോ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മൾ തന്നെ ഉണ്ട്. നമ്മളത് ഇംപ്രൂവ് ചെയ്യുവാണ് വേണ്ടത്. And the types of mindfulness practice. While mindfulness is innate, it can be cultivated through proven techniques. Here are some examples. Seated, walking, standing and moving meditation. It's also possible lying down but often leads to sleep. So, എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? ടൈപ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, നിൽക്കുമ്പോൾ, ത്രൂ മൂവിങ് മെഡിറ്റേഷൻസ്, ഈവൻ വെൻ വി ആർ ലൈങ് ഡൗൺ, ദാറ്റ് ടൈം ഓൾസോ വി ക്യാൻ ബി മൈൻഡ്ഫുൾ. പക്ഷെ ഉറങ്ങിപ്പോവാതെ നമ്മൾ വെറുതെ കിടക്കുന്ന സമയത്ത് നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ പറ്റും. ആൻഡ് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ നമ്മളെ തന്നെ അവെയർ ആവുക, നമ്മളിലേക്ക് അറ്റൻറ്റീവ് ആവുക. അപ്പോൾ നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ പറ്റും. വെറുതെ ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിക്കുന്നതിന് പകരം നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ നമ്മളിലേക്ക് അറ്റൻഷൻ കൊടുക്കാൻ നോക്കുക. So through this activities, through engaging in these activities, we can be mindful. Seated, walking, standing, moving meditation. Through these activities, we can be mindful. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. വലിയ ആക്ടിവിറ്റീസ് ഒന്നുമല്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പം ഈ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുമ്പോൾ നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കുക, നിങ്ങളിലേക്ക് തന്നെ അറ്റൻഷൻ കൊടുക്കുക. Then short poses we insert into everyday life. Merging meditation practice with other activities such as yoga or sports. നമ്മളൊരു നമ്മുടെ ഈ തിരക്കുള്ള ഒരു ലൈഫിൽ നമ്മളൊരു ചെറിയ ഷോർട്ട് പോസസ് എടുക്കുക. ഷോർട്ട് പോസ് എടുത്ത് നമ്മളിലേക്ക് നോക്കുക, നമുക്ക് അറ്റൻഷൻ കൊടുക്കുക. It is mindfulness. Then merging meditation practice with other activities such as yoga or sports. Yoga, sports പോലുള്ള ആക്ടിവിറ്റീസിനെ മെഡിറ്റേഷനും ഈ ആക്ടിവിറ്റീസുമായിട്ട് മെർജ് ചെയ്യുക. യോഗ, സ്പോർട്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ സാധിക്കും.
ദെൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. മൈൻഡ്ഫുൾനെസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറേ ബെനിഫിറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് when we are mindful we reduce stress, enhance performance, gain insight and awareness through observing our own mind and increase our attention to others' well-being. അപ്പം മൈൻഡ്ഫുൾ ആവുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ സ്ട്രെസ് ഉണ്ട്. കുട്ടികൾക്കാണെങ്കിൽ എക്സാമിന്റെ ടെൻഷൻ, പഠിക്കുന്നതിന്റെ ടെൻഷൻ, വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ വർക്ക് പ്ലേസിലെ ടെൻഷൻ, സ്ട്രെസ്. സോ വി ക്യാൻ റെഡ്യൂസ് ദിസ് സ്ട്രെസ് ത്രൂ മൈൻഡ്ഫുൾനെസ്. നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇറ്റ്സ് ഓബ്വിയസ് വി ക്യാൻ റെഡ്യൂസ് സ്ട്രെസ്. ദെൻ വി ക്യാൻ എൻഹാൻസ് പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നമുക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലെവൽ എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ ഗെയിൻ ഇൻസൈറ്റ് ആൻഡ് അവയർനെസ് ത്രൂ ഒബ്സർവിങ് അവർ ഓൺ മൈൻഡ്. നമ്മൾ നമ്മുടെ മൈൻഡിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഗെയിൻ ഇൻസൈറ്റ് ആൻഡ് അവയർനെസ് ആൻഡ് ഇൻക്രീസ് അവർ അറ്റൻഷൻ ത്രൂ അതേഴ്സ് വെൽബീയിങ്. നമ്മുടെ ചുറ്റുമുള്ളത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ വെൽബീയിങ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇൻക്രീസ് ചെയ്യും. മറ്റുള്ളവരുടെ വെൽബീയിങ് അറ്റൻഡ് ചെയ്യുന്ന ആ സംഭവം ഇൻക്രീസ് ആകും. ദെൻ mindfulness meditation gives us a time in our lives when we can suspend judgment and unleash our natural curiosity about the workings of the mind, approaching our experience with warmth and kindness to ourselves and others. So mindfulness helps to suspend judgment. നമുക്ക് നോൺ ജഡ്ജ്മെന്റൽ ആവാൻ പല ടൈമിലും നമുക്ക് നോൺ ജഡ്ജ്മെന്റൽ ആവാൻ സാധിക്കും. ആൻഡ് അൺലീഷ് അവർ നാച്ചുറൽ ക്യൂരിയോസിറ്റി, നമുക്കുള്ള നാച്ചുറൽ ക്യൂരിയോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ കുറയ്ക്കാൻ മൈൻഡ്ഫുൾനെസ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നമ്മളോടും മറ്റുള്ളവരോടും വാംത്തും കൈൻഡ്നെസ്സും കാണിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. സ്നേഹവും മറ്റുള്ളവരോട് സ്നേഹവും ഊഷ്മളതയും, മറ്റുള്ളവരോടല്ല നമ്മളോടും നമുക്ക് സ്നേഹവും വാംത്തും കാണിക്കാൻ സാധിക്കും. അത് വലിയ കാര്യമാണ്. So mindfulness is very important. We have to practice mindfulness. It really speaks. You could feel better. Thank you so much.